Hi trainees, today we are discussing about the topic spot welding in resistance welding process. This topic is on page number 111 in your textbook. എന്താണ് റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്സിലെ സ്പോട്ട് വെൽഡിംഗ് എന്നത് നമുക്ക് നോക്കാം. വെൽഡിംഗ് പ്രോസസ്സ് ഏതൊക്കെ വിധത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നുവെന്ന് നമുക്കറിയാം. ഇതിൽ ഫ്യൂഷൻ വിഭാഗത്തിൽപ്പെട്ട ആർക്ക് വെൽഡിംഗ് പ്രോസസ്സുകളെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നിവിടെ പ്രതിപാദിക്കുന്ന റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്സിലെ പ്രഷർ വെൽഡിംഗ് വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ്. ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിൽ നിന്നും വളരെ വ്യത്യാസമുള്ള ഒരു വെൽഡിംഗ് പ്രോസസ്സ് ആണിത്. അതായത് ഫ്യൂഷൻ വെൽഡിങ്ങിൽ മെറ്റൽസ് ഉരുകി ജോയിൻ ചെയ്യപ്പെടുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ ജോയിൻ ചെയ്യപ്പെടേണ്ട ഭാഗം ഹീറ്റ് എഫക്റ്റ് ചെയ്ത് പ്ലാസ്റ്റിക് ഫോമിലായി ഒരു എക്സ്റ്റേണൽ മെക്കാനിക്കൽ പ്രഷറിൻ്റെ സഹായത്താൽ ജോയിൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രീതി അനുസരിച്ചാണ് വെൽഡിംഗ് പ്രോസസ്സ് വേർതിരിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ആയതിനാൽ എങ്ങനെയായിരിക്കും റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്സിൽ ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്സും ഒരു ഇലക്ട്രിക് വെൽഡിംഗ് പ്രോസസ്സ് തന്നെയാണ്. ആർക്ക് വെൽഡിങ്ങിൽ ഇലക്ട്രിക് ആർക്ക് മുഖേനയാണ് ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ആയിരിക്കും ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനാൽ ഇത് റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് അറിയപ്പെടുന്നു. റെസിസ്റ്റൻസ് എന്താണ് എന്നതിൻ്റെ വിശദീകരണം ബേസിക് ഇലക്ട്രിസിറ്റി എന്ന ടോപ്പിക്കിൽ നൽകിയത് റിവ്യൂ ചെയ്യുക. ഇത്തരത്തിൽ ഒരു റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്സായ സ്പോട്ട് വെൽഡിംഗ് എന്നതിനെക്കുറിച്ചാണ് ഇനി പ്രതിപാദിക്കുന്നത്. എന്താണ് സ്പോട്ട് വെൽഡിംഗ്? 1 mm മുകളിൽ തിക്നെസ് ഉള്ള സെക്ഷനുകളുടെ കണ്ടിന്യൂസ് വെൽഡിംഗ് ആണ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിലെ വിവിധ പ്രോസസ്സുകളിൽ നടന്നിരുന്നത്. ജോയിനിങ് പോർഷന് നിശ്ചിത തിക്നെസ് എന്നത് ഇവിടെ അനിവാര്യമായിരുന്നു. ഫേസ് ടു ഫേസ് ആയി ജോയിൻ ചെയ്യപ്പെടുന്ന 2 പോർഷനുകളുടെ ജോയിനിങ് ആണ് ആർക്ക് വെൽഡിങ്ങിൽ കൂടുതലായി ചെയ്തിരുന്നത്. കനം കുറഞ്ഞ മെറ്റൽ സെക്ഷനുകളുടെ അഥവാ ഷീറ്റുകളുടെ 2 ഫ്ലാറ്റ് സർഫസുകൾ തമ്മിൽ ചേർക്കുക എന്നത് ആർക്ക് വെൽഡിങ്ങിൽ അസാധ്യമാണ്. 2 ഫ്ലാറ്റ് സർഫസുകളുടെ വെൽഡിംഗ് രീതികൾക്കായി പ്ലഗ് വെൽഡിംഗ്, സ്ലോട്ട് വെൽഡിംഗ് എന്നീ രീതികൾ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ആവശ്യമായ മിനിമം തിക്നെസ് ഇതിലും അനിവാര്യമാണ്. ഇവിടെയാണ് സ്പോട്ട് വെൽഡിങ്ങിൻ്റെ പ്രസക്തി. മേൽപ്പറഞ്ഞവയിൽ നിന്നും സ്പോട്ട് വെൽഡിങ്ങിൽ 2 എഡ്ജുകൾ അല്ല ജോയിൻ ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. മറിച്ച് ഇവിടെ 1 mm താഴെ തിക്നെസ് ഉള്ള ഷീറ്റുകളുടെ ഫ്ലാറ്റ് സർഫസുകൾ തമ്മിൽ ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് 3 mm വരെ കനമുള്ള പോർഷനുകളിൽ ചെയ്യാവുന്നതുമാകുന്നു. ചിത്രം ശ്രദ്ധിക്കുക. സ്പോട്ട് വെൽഡിംഗ് പ്രോസസ്സിൽ 2 ഫ്ലാറ്റ് സർഫസുകൾ ജോയിൻ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. 2 സർഫസുകളുടെയും ഇടയിൽ ഒരു വെൽഡഡ് സ്പോട്ട് അഥവാ ഒരു നജറ്റ് ഫോം ചെയ്യപ്പെടുന്നു. ഇതാണ് ഒരു സ്പോട്ട് വെൽഡിംഗ് സിസ്റ്റത്തിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം. ഇതിൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, മൂവബിൾ ആൻഡ് ഫിക്സഡ് ആം, ഇലക്ട്രോഡ്സ് എന്നിവ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ വർക്ക് പീസിന് ഇരുവശത്തും കാണുന്ന റോക്കറാമിൽ ഉറപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകൾ വർക്ക് പീസിനെ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഫുട് പെഡൽ ഉപയോഗിച്ചാണ് മൂവബിൾ ആം പ്രവർത്തിപ്പിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറി വൈൻഡിങ്ങിനെ അപേക്ഷിച്ച് സെക്കൻഡറി വൈൻഡിങ്ങിൽ വളരെ കുറച്ച് നമ്പർ ഓഫ് ടേൺസ് ആണ് ഉള്ളതെന്ന് കാണാൻ കഴിയും. അതായത് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് വളരെ കുറവായിരിക്കും. 1 to 25 എന്ന റേഞ്ചിലുള്ള വോൾട്ടേജ് മാത്രമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറുകളിൽ വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കൂടുന്നുവെന്ന് മുൻപേ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. 3000 ആംപിയറിൽ നിന്നും 10000 ആംപിയറിന് മുകളിലേക്ക് ഇവിടെ കറണ്ട് മാറ്റപ്പെടുന്നു. ഡയഗ്രാം ശ്രദ്ധിക്കുക. സെക്കൻഡറി കോയിൽ നിന്നും എത്തുന്ന ഈ ഹൈ ആംപിയർ കറണ്ട്
2 ഇലക്ട്രോഡുകളിലൂടെ വർക്ക് പീസിൽ എത്തുന്നു. ഇപ്രകാരം ഇലക്ട്രോഡിൽ നിന്നും കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ചേഞ്ച് ചെയ്ത് വർക്ക് പീസിലേക്ക് ഹൈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇവിടെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോഡ് ടിപ്പിൻ്റെ കോണ്ടാക്റ്റ് സർക്കംഫറൻസിനുള്ളിൽ മാത്രം ഉണ്ടാകുന്ന ഈ റെസിസ്റ്റൻസ് ഈ ചെറിയ പോർഷനെ ഹീറ്റ് ചെയ്യിക്കുന്നു. ഈ ഹീറ്റ് മെറ്റീരിയലിൻ്റെ കോണ്ടാക്റ്റിംഗ് പോർഷനെ പ്ലാസ്റ്റിക് ഫോർമേഷനിലേക്ക് കൊണ്ടുപോവുകയും എക്സ്റ്റേണൽ പ്രഷറിൻ്റെ സഹായത്താൽ മെറ്റീരിയൽസിൻ്റെ ജോയിനിങ് സർഫസുകൾക്കിടയിൽ ഒരു നജറ്റ് ഫോം ചെയ്ത് ജോയിൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഒരു സ്പോട്ട് വെൽഡിംഗ് പ്രോസസ്സ്. 1 സെക്കൻഡിൻ്റെ വളരെ ചെറിയ അംശത്തിൽ നടക്കുന്ന പ്രോസസ്സാണിത്. ഒരു തവണ വെൽഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പവർ ഓട്ടോ കട്ട് ഓഫ് ആകുകയും ചെയ്യുന്നു. ഇവിടെ ഹൈ ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്ന സെക്കൻഡറി വൈൻഡിങ് മറ്റ് ട്രാൻസ്ഫോമറുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം കനം കൂടിയ സെക്ഷൻ ഉപയോഗിച്ചായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഹീറ്റ് കണക്കാക്കുന്നതും H=I²RT എന്ന ഫോർമുല അനുസരിച്ചായിരിക്കും. ഇനി ഒരു സ്റ്റാൻഡേർഡ് സ്പോട്ട് വെൽഡിംഗ് മെഷീൻ്റെ ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ മുൻപ് പറഞ്ഞ എക്സ്റ്റേണൽ പ്രഷർ നൽകുന്നതിനായി ഒരു എയർ സിലിണ്ടർ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനാണ് കാണിച്ചിരിക്കുന്നത്. മെഷീൻ പാർട്സ് കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതിൽ ഇലക്ട്രോഡ് നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ ഉപയോഗിച്ചായിരിക്കും. ടൈപ്പ് ഓഫ് സ്ട്രക്ചർ അനുസരിച്ച് വിവിധ ആംഗിളിലുള്ള സെൻറ്റർ ആൻഡ് ഓഫ്സെറ്റ് ടൈപ്പ് ഇൻ്റർചേഞ്ചബിൾ ഇലക്ട്രോഡ്സ് ഇവിടെ ഉപയോഗിക്കുന്നു. ഇലക്ട്രോഡ് ഓവർഹീറ്റ് ആകാതിരിക്കുന്നതിനായി ഇവിടെ വാട്ടർ സർക്കുലേഷൻ സിസ്റ്റവും നൽകിയിരിക്കും. ഇവിടെ പാസ് ചെയ്യേണ്ട കറണ്ട്, അതിനാവശ്യമായ സമയം എന്നിവ നിർണ്ണയിക്കുന്നത് ജോയിൻ ചെയ്യപ്പെടേണ്ട മെറ്റീരിയൽസിനെ ആശ്രയിച്ചായിരിക്കും. ഇത് നിയന്ത്രിക്കുന്നതിനായി റോട്ടറി ടൈപ്പ് സ്വിച്ചുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്പോട്ട് വെൽഡിംഗ് പ്രോസസ്സ് മാനുവലായും ഓട്ടോമേറ്റഡായും പൂർത്തീകരിക്കപ്പെടാവുന്ന ഒന്നാകുന്നു. മാസ് പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഈ 2 വിധത്തിലും ഇത് ചെയ്തു വരുന്നു. മാനുവൽ പ്രോസസ്സിൽ പെഡസ്റ്റൽ ടൈപ്പും പോർട്ടബിൾ ടൈപ്പും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മാസ് പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ അധികവും ഉപയോഗിക്കുന്നത് ഓട്ടോമേറ്റഡ് സിസ്റ്റം തന്നെയാണ്. ഒരു സ്പോട്ട് വെൽഡിംഗ് പ്ലാന്റ് നമുക്ക് പരിചയപ്പെടാം. മാനുവൽ ഓപ്പറേറ്റഡായ ഒരു സ്പോട്ട് വെൽഡിംഗ് മെഷീൻ്റെ പ്രവർത്തനം ആണ് ഈ കാണുന്നത്. സിംഗിൾ കമ്പോണൻറ്റുകളുടെ ജോയിനിങ്ങിനാണ് ഇത് അധികവും ഉപയോഗിക്കുന്നത്. ഇനി ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം പരിചയപ്പെടാം. ഫുള്ളി ഓട്ടോമേറ്റഡായ ഒരു സ്പോട്ട് വെൽഡിംഗ് പ്ലാന്റ് ആണ് ഇത്. ഒരു ഓട്ടോമൊബൈൽ ബോഡി ഷോപ്പിലെ ബോഡി സ്ട്രക്ചറിൻ്റെ വെൽഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. 1 mm താഴെ കനമുള്ള സെക്ഷൻ ഉപയോഗിച്ചുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറിൻ്റെ വെൽഡിംഗ് വളരെ ഫാസ്റ്റായി ഇതിലൂടെ പൂർത്തീകരിക്കുന്നു. ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ്, ഓട്ടോമൊബൈൽ ബോഡീസ്, റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സ് തുടങ്ങി വിവിധ കമ്പോണൻറ്റുകളിൽ സ്പോട്ട് വെൽഡിംഗ് ഉപയോഗപ്പെടുത്തുന്നു. ഇത്രയുമാണ് ഒരു സ്പോട്ട് വെൽഡിംഗ് പ്രോസസ്സിലെ പ്രധാന പോയിന്റുകൾ. Thanks for watching this video and let us meet with another topic. Thank you.